നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് പോയി എങ്ങനെയെങ്കിലും വീടിനെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹവുമായി പോകുന്നവർക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണിത്. ഇത്തരത്തിൽ പ്രവാസ ലോകത്ത് അതിജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഭാര്യയെയും പിഞ്ചുമക്കളെയും വീട്ടിൽ തനിച്ചാക്കി പോകേണ്ടി വരും, അല്ലെങ്കിൽ വീടും പുരയിടവും പൂട്ടിയിട്ടായിരിക്കും ഇത്തരക്കാർ പ്രവാസ ലോകത്ത് താമസിക്കുക. അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വാർത്ത. ആൾതാമസമില്ലാത്ത പ്രവാസിയുടെ വീട്ടിൽ കയറി 41 പവൻ സ്വർണ്ണാഭരണവും 1.5 ലക്ഷത്തോളം രൂപയുടെ മോഷണം നടത്തിയ പ്രതികൾ പിടിയിലായി എന്നുള്ളതാണത്. തിരുവനന്തപുരം മണമ്പൂരിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പാർത്തുകോണം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയത്. 4 പേരാണ് ഈ മോഷണ കേസിൽ ഉൾപ്പെട്ടതും ഇവരെ പിടിക്കുകയും ചെയ്തു. 1-ാം പ്രതി യാസിനും 2-ാം പ്രതി കണ്ണനും രതീഷും ചേർന്നാണ് മോഷണം നടത്തിയത്. യാസിന്റെ വീട്ടിൽ ഒത്തുകൂടിയ സംഘം അവിടെ വെച്ച് ഇത്തരമൊരു മോഷണം ആസൂത്രണം ചെയ്യുകയും അതിനുശേഷം നടത്തുകയുമായിരുന്നു. എന്തായാലും മോഷണം നടത്തിയ ശേഷം കിട്ടിയ പണം ഉപയോഗിച്ച് ആറ്റിങ്ങളിൽ നിന്നും മൊബൈൽ ഫോണുകൾ വാങ്ങുകയും 1000 ദിർഹം മാറ്റിയെടുത്ത യാസിൻ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ 2-ാം പ്രതിയായ ആറ്റിങ്ങൽ RS നവാസിൽ രവീന്ദ്രൻ മകൻ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന രതീഷും, തൊപ്പിച്ചന്ത മോടുകുള വീട്ടിൽ യാഫർ മകൻ സിയാസും, വക്കം വലിയ വീട്ടിൽ മേത്തരവിളകം വീട്ടിൽ 5 മകൻ സിയാദും, നിസാമുദ്ദീൻ മകൻ സെയ്ദി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പകൽ സമയങ്ങളിൽ അലഞ്ഞു നടന്ന് ആൾതാമസമില്ലാത്ത വീട് കണ്ടെത്തുകയും രാത്രികാലങ്ങളിൽ വെട്ടുകത്തി അല്ലെങ്കിൽ പാര എന്നിവയൊക്കെ ഉപയോഗിച്ച് വീട് കുത്തി തുറന്നുമാണ് ഇത്തരക്കാർ മോഷണം നടത്തുന്നത്. നിരവധി മോഷണ അടിപിടി കേസുകളിൽ ഇവർ പ്രതിയാണ്. രതീഷ് കടക്കാവൂർ മണക്കാട് ജംഗ്ഷനിൽ പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നൊരു കേസുമുണ്ട്. മാത്രമല്ല, റോഡിൽ നോട്ടെറിഞ്ഞ് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലും ഇദ്ദേഹം പ്രതിയാണ്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കടക്കാവൂർ CA ആണ് കേസെടുത്തിരിക്കുന്നത്. ഇവരുടെ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയതും. മോഷണം നടത്തിയ 1-ാം പ്രതി യാസിൽ ഇപ്പോൾ ഒളിവിലാണെന്നും ഇയാളെ ഉടൻ തന്നെ പിടികൂടുമെന്നും പോലീസ് വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതി യാസിനും 2-ാം പ്രതി കണ്ണപ്പൻ രതീഷും ചേർന്നാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയെന്നുള്ളതാണ് ഏറെ സങ്കുചിതമായ മറ്റൊരു കാര്യം. യാസിന്റെ വീട്ടിലാണ് ഇവർ ഒത്തുകൂടിയത്. ഇവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു മോഷണത്തിന്റെ ആസൂത്രണം ഇവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരൊരു സ്ഥിരം മോഷ്ടാക്കളാണെന്നും പോലീസിന് വ്യക്തമാവുകയായിരുന്നു. UAE ദിർഹം, മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. മോഷണത്തിന് ശേഷം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സ്വർണം വിൽക്കുവാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും പൊങ്കൽ പ്രമാണിച്ച് അവധിയായതിനാൽ അത് പരാജയപ്പെടുകയായിരുന്നു. റൂറൽ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടിയാണ് ഈ പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.